അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാ ഉമ്മമാരും അതുപോലെ എല്ലാ മക്കളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ മക്കളുടെ പഠനത്തിൽ ഉയർച്ച കിട്ടാനുള്ള ഒരു ദുആയാണെന്ന് പറയുന്നത്. ഈ ഒരു ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ മക്കൾക്ക് നന്നായി പഠിക്കാൻ പറ്റും. അതുപോലെ നല്ല ഓർമ്മശക്തി കിട്ടാനും ബുദ്ധി കൂടാനും പഠിച്ചതെല്ലാം മറന്നു പോകാതിരിക്കാനും ഒക്കെ ഈ ഒരു ദുആ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മക്കൾ നല്ല മാർക്കോട് കൂടെ പാസ്സാവുക, നല്ല രീതിയിൽ പഠിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ മക്കൾക്ക് നന്നായി പഠിക്കാനും നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനും ഒക്കെ സാധിക്കും. എല്ലാ മക്കൾക്കും ഒരുപോലെ ബുദ്ധി ഉണ്ടാകണമെന്നില്ല. ചില മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ടാകാം, നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്നവരുണ്ടാകാം. എന്നാൽ ചില മക്കളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ പഠനത്തിൽ പിറകിലായിരിക്കും. ബുദ്ധി ഇല്ലായ്മയല്ല, പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തവരായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. ഈ ഒരു ദുആ നമ്മുടെ മുത്ത് നബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തൊരു ദുആയാണ്. ഏതാണ് ആ ദുആ നമുക്ക് നോക്കാം. ഇത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാകും അത് ചൊല്ലാൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്ന ഈ ഒരു ദുആ നമ്മൾ 11 പ്രാവശ്യം മക്കൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു ദുആ ചൊല്ലി പഠിക്കുക. അപ്പോൾ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ പഠനത്തിൽ ഉണ്ടാകുന്നതാണ്. നല്ല മാർക്കോട് കൂടെ പാസ്സാവുകയും നമ്മൾ ഓരോരുത്തരുടെ ആഗ്രഹമാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നടത്തി തരട്ടെ. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.